പത്തനംതിട്ടയുടെ അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ജലജ നയന ജ്യൂസ് കുടിക്കുന്നതും കാത്ത് അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. നയന ആ സമയത്ത് ജ്യൂസ് കുടിക്കാനായിട്ട് അങ്ങോട്ടേക്ക് വന്നിരുന്നു. അങ്ങനെ ആ കാഴ്ച കാണാനായിട്ട് സന്തോഷത്തോടു കൂടെ നോക്കി നിൽക്കുകയാണ്. ആ ഒരു സമയത്താണ് നമ്മുടെ ചന്തുമോള് അവിടേക്ക് വരുന്നത്. ചന്തുമോള് വരുന്നത് കണ്ടിട്ട് നയന ചോദിക്കുന്നുണ്ട്, ആഹാ മോൾ ഇതുവരെ കിടന്നില്ലേ, മോൾക്ക് ജ്യൂസ് വേണോ, ദാഹിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഇല്ല അമ്മ, എനിക്ക് വിശക്കുന്നില്ല, വയറ് ഫുള്ളാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അതേസമയം നമ്മുടെ ജലജയാണെങ്കിൽ ഈ നരന്തിന് വരാൻ കണ്ടൊരു സമയം, ഇനി അത് അവക്കെങ്ങാനും കൊടുക്കോ, പിന്നെ ഞാൻ ഉദ്ദേശിച്ചതൊന്നും നടക്കത്തില്ല, അത് പ്രശ്നമാവുകയും ചെയ്യും എന്നൊക്കെ ഇങ്ങനെ പേടിയോടുകൂടെ ചിന്തിച്ച് നിൽക്കുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യുകയാണെങ്കിലും അതിലൊരു പ്രശ്നം ഉണ്ടാവുമല്ലോ കുളമാക്കാനായിട്ട്. ഇപ്പോൾ പ്രശ്നക്കാരിയായിട്ട് ആ പീറപ്പെണ്ണാണല്ലോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുകയാണ്. അങ്ങനെ നയനയാണെങ്കിൽ ചന്തുമോളോടുള്ള സ്നേഹം കൊണ്ട് അത് നിർബന്ധിപ്പിച്ച് കുറച്ച് കുടിപ്പിക്കുന്നുണ്ട്. ആ സമയത്ത് ചന്തുമോള് പറയുന്നുണ്ട്, അമ്മ എനിക്ക് വേണ്ട, എനിക്ക് വയറിൽ ഫുള്ളാണ്, അമ്മ നേരത്തെ അല്ലേ ഒരുപാട് ഭക്ഷണം എന്നെ കഴിപ്പിച്ചത്, എനിക്ക് ഊട്ടി തന്നത്, എനിക്ക് വയറ് ഫുള്ളാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും കേൾക്കാതെ ഞാൻ പറയുന്നുണ്ട്, ഇത് നല്ല കുടിക്കുന്നത് നല്ലതാണ്, നല്ല ആരോഗ്യം ഉണ്ടാകും, അമ്മ പറഞ്ഞിട്ടില്ലേ മോള് വളരെ പെട്ടെന്ന് ഇങ്ങനെയുള്ളതൊക്കെ കുടിച്ചാൽ വലുതാകും എന്നുള്ളത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് സോപ്പിട്ട് ചന്തുമോളെ കുടിപ്പിക്കുകയാണ്. അങ്ങനെ കുടിച്ച് കുറച്ച് കഴിഞ്ഞതിന് ശേഷം ചന്തുമോൾ ചോദിക്കുന്നുണ്ട്, അല്ല അമ്മ കുടിക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ അമ്മയ്ക്ക് വേണമെങ്കിൽ അമ്മ ഉണ്ടാക്കി കുടിക്കുമല്ലോ, മോള് കുടിച്ചോ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അല്പം കഴിഞ്ഞതിന് ശേഷം ചന്തുമോൾക്കൊരു വയറുവേദന പോലെ വരികയാണ്. എന്നിട്ട് അയ്യോ അമ്മ, എനിക്ക് വയറ് വേദനിക്കുന്നു, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് ഞാൻ ചോദിക്കുന്നുണ്ട്, ആഹാ ഇന്ന് മിഠായി കഴിച്ചിനിയോ, അല്ലെങ്കിൽ മിഠായി കഴിക്കുന്നത് കുറച്ച് കൂടുതലാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ വയറുവേദനയൊക്കെ വരുന്നത്, എപ്പോഴും മിഠായി കഴിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഞാൻ മിഠായി ഒട്ടും കഴിച്ചിട്ടില്ല, അമ്മ പറഞ്ഞിട്ടില്ലായിരുന്നു അമ്മയോട് ചോദിച്ചിട്ടേ കഴിക്കാവൂ എന്നുള്ളത്, അതിനെക്കൊണ്ട് ശരീരത്തിന് കേടുള്ളതൊന്നും ഞാൻ കഴിക്കാറില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ശക്തിയായിട്ട് വയറുവേദന കൂടിയിട്ട് അവസാനം നമ്മുടെ ചന്തുമോൾ ബോധം കെട്ട് വീഴുകയാണ്. ആ സമയത്ത് നമ്മുടെ നയന അലറി വിളിച്ചുകൊണ്ട് എല്ലാവരെയും, അയ്യോ ചന്തുമോൾ ഓടി വാ, ആദർശേട്ടാ അമ്മയെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിളിച്ച് കരയുകയാണ്. അങ്ങനെ എല്ലാവരും ഓടി വരുന്നുണ്ട്, മുത്തശ്ശനുമൊക്കെ ഓടി വരുന്നുണ്ട്. ആ സമയത്ത് പറയുന്നുണ്ട്, എന്താ പറ്റിയത് മോളെ, മോൾക്ക് എന്താ പറ്റിയത് എന്നൊക്കെ പറയുമ്പോൾ, എന്താണെന്നറിയില്ല അമ്മ, ഞാൻ ജ്യൂസ് മോൾക്ക് കൊടുത്തിരുന്നു, പക്ഷെ അത് കുടിച്ച് കുറച്ച് കഴിഞ്ഞ ശേഷം മോൾക്ക് വല്ലാണ്ട് വയറുവേദന, എന്താ പറ്റിയതെന്ന് അറിയില്ല, മിഠായി ആണെങ്കിലും മോൾ കഴിച്ചിട്ടൊന്നുമില്ല എന്നാണ് പറഞ്ഞത്, എന്താ പറ്റിയതെന്ന് അറിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ആദർശ് പറയുന്നുണ്ട്, വാനായാലും നമുക്ക് പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം, വയറുവേദനയ്ക്കുന്നുണ്ടാകും, ഇപ്പോഴാണെങ്കിൽ ബോധം പോയിട്ടുണ്ട്, എന്താ അവസ്ഥ എന്ന് അറിയില്ലല്ലോ, പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ദേവയാനി പറയുന്നുണ്ട്, മോൾ ജ്യൂസ് കുടിച്ചു എന്നല്ലേ പറഞ്ഞത്, അതിനുശേഷമാണോ വയറുവേദന ഉണ്ടായത്, ഇനിയും ഇവിടെ വല്ലവരും ആർക്കെങ്കിലും വെച്ച കെണി മോൾക്കറ്റ കൊണ്ടോ, പണ്ട് അങ്ങനെ ആയിരുന്നല്ലോ എനിക്ക് സംഭവിച്ചത്, നവ്യയ്ക്ക് കൊടുക്കാൻ വെച്ച പാല് ഞാനെടുത്ത് കുടിച്ചിട്ടാണല്ലോ എൻ്റെ കരൾ പോയത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ജയൻ പറയുന്നുണ്ട്, നീ ആവശ്യമില്ലാത്തതൊന്നും പറയാതിരിക്കുക, അന്നത്തെ സംഭവങ്ങളെ കുറിച്ചൊന്നും ആലോചിക്കാനേ വയ്യ ദേവയാനിയെ, അതൊന്നും ആയിരിക്കില്ല, ചിലപ്പം വയറിന് പിടിച്ചിട്ടുണ്ടാവില്ല, മക്കൾക്ക് ചില സമയത്ത് ചിലതൊന്നും പിടിക്കത്തില്ലല്ലോ, അതുകൊണ്ടായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പരസ്പരം അവർ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ നയനയും ആദർശവും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തുകയാണ്. അങ്ങനെ ഡോക്ടറുടെ വിവരങ്ങൾ പറയുകയും ഡോക്ടറെ പരിശോധിച്ച ശേഷം വളരെ പെട്ടെന്ന് തന്നെ ICUലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. അങ്ങനെ ഡോക്ടറെ ICUന്ന് ഫുള്ള് ചെക്കപ്പ് കഴിഞ്ഞതിന് ശേഷം പുറത്തേക്ക് വരികയാണ്. അപ്പോൾ ആ സമയത്ത് നയനയും ആദർശം സങ്കടത്തോടു കൂടി, എന്താ ഡോക്ടർ, എന്താ ചന്തുമോൾക്ക് സംഭവിച്ചത്, പെട്ടെന്ന് ജ്യൂസ് കുടിച്ച ശേഷം വയറുവേദന എന്ന് പറഞ്ഞ് കരയുകയായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ആ സമയത്ത് ഡോക്ടർ ചോദിക്കുന്നുണ്ട്, ജ്യൂസോ, എന്ത് ജ്യൂസാണ് കുടിച്ചത് എന്നൊക്കെ ചോദിക്കുമ്പോൾ, അത് പിന്നെ മുന്തിരി ജ്യൂസാണ്, എനിക്ക് കുടിക്കാനുള്ള ജ്യൂസായിരുന്നു, ഞാൻ മോള് വന്നപ്പോൾ മോൾക്ക് കൊടുത്തതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ആരാ ജ്യൂസ് അടിച്ചത് എന്നൊക്കെ ചോദിക്കുമ്പോൾ, അതെന്താ ഡോക്ടർ അങ്ങനെ ചോദിച്ചത് എന്നൊക്കെ ഞാൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്ത് ജ്യൂസായാലും ആര് കൊടുത്തതായാലും മോൾക്ക് എന്തായാലും ഫുഡിലൂടെ എന്തോ കാര്യമായിട്ടുള്ള വിഷാംശം അകത്ത് ചെന്നിട്ടുണ്ട്, കുറച്ച് മാരകമായിട്ടുള്ള വിഷാംശം തന്നെയാണ്. ഗർഭിണികൾ ആരെങ്കിലും കുടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എന്തായാലും കുഞ്ഞ് അലസി പോകാനുള്ള സാധ്യത കൂടുതലാണ്. നീ ഗർഭിണിയല്ലേ, നിനക്ക് ഇട്ട് ആരെങ്കിലും പണി തന്നതാണോ, മുൻപൊരിക്കൽ നിൻ്റെ അമ്മയ്ക്ക് പണി കൊടുത്തതാണല്ലോ, അതേപോലെ ആരെങ്കിലും ചെയ്യാൻ നോക്കിയതാണോ, അതിൽ മോള് പെട്ടതാണോ എന്നൊക്കെ ഇങ്ങനെ ഡോക്ടർ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ നയനയാണെങ്കിലും ആദർശാണെങ്കിലും ഷോക്കായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ എന്താ ഡോക്ടർ പറഞ്ഞത്, മാരകമായിട്ട് വിഷം ചെന്നിട്ടുണ്ട് എന്നോ, എന്താ മോളുടെ അവസ്ഥ, കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ,
ഒന്നും പറയാനായിട്ടില്ല. എന്തായാലും നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മയുടെ അവസ്ഥ തന്നെ കണ്ടിട്ടുണ്ടല്ലോ. എന്തായാലും അത്രയ്ക്ക് മാരകമായിട്ടുള്ളൊരു വിഷയം ഒന്നുമല്ല. എന്തായാലും നമുക്ക് മാക്സിമം നോക്കാം ആദർശ് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ വളരെ സങ്കടത്തോടു കൂടെയാണ് നമ്മുടെ നയനയും ആദർശം അങ്ങനെ നിൽക്കുന്നത്. എന്നിട്ട് ഇക്കാര്യത്തെക്കുറിച്ച് വീട്ടുകാരെ വിളിച്ച് പറയുന്നുണ്ട്, മുത്തശ്ശനോടൊക്കെ അറിയിക്കുന്നുണ്ട് വിഷമാണ് ഉള്ളിൽ ചെന്നിരിക്കുന്നത് എന്നുള്ളത്. അങ്ങനെ അനന്തപുരിയിലൊക്കെ ആ ഒരു ഇതിനെക്കുറിച്ചിട്ടുള്ള ജ്യൂസിനെ കുറിച്ചുള്ള ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജലജയാണെങ്കിൽ ആകെ പേടിച്ച് ഇനി ഇതെന്താകും, കലങ്ങി തെളിഞ്ഞ് എൻ്റെ തലയിൽ തന്നെ ഈ ഇടുത്തി വന്ന് വീഴോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുകയാണ്.